പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ അവനോടൊത്ത് നടക്കുന്നുണ്ടല്ലോ, ദിവസവും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവനെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ശരിയല്ലേ? ദൈവം ഇന്ന് നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. യെശയ്യാവ് 59 വാക്യത്തിൽ, കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ ശത്രുക്കളുടെ മേൽ വരും. ശത്രു ആരാണ്? ശത്രു സാത്താൻ, പിശാച്, ഈ ലോകത്തിൽ ക്രിയ ചെയ്യുന്ന ദുഷ്ടശക്തിയുള്ളവൻ എന്ന് നാം പറയുന്നില്ലേ? ആ സാത്താൻ വെള്ളം പോലെ ദൈവമക്കൾക്കെതിരായി വരുമത്രേ. വെള്ളം പോലെ നശിപ്പിക്കുവാനായി അവൻ നമ്മുടെ നേരെ വരും. അങ്ങനെ പിശാച് എഴുന്നേറ്റ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, മതി, ഇനി എന്റെ മക്കളെ നീ തൊടാൻ പാടില്ല. പതാക നാട്ടിവെക്കും, വിജയപതാക നാട്ടിവെക്കും. ഇത് കടന്ന് നിനക്ക് വരാൻ സാധിക്കില്ല, എന്റെ മക്കളെ തൊടാനാവില്ലെന്ന് പറഞ്ഞ് ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. ഈ ലോകത്തിൽ എത്രയോ ആപത്തുകൾ വെള്ളം പോലെ നമ്മെ വിഴുങ്ങുവാനായി, നശിപ്പിക്കുവാനായി വരാറുണ്ടല്ലേ? പ്രളയം വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കടലിലെ തിരമാലകൾ ഉയർന്നു വരുന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഇതുപോലെ സാത്താൻ നമ്മെ നശിപ്പിക്കുവാനായി ഉയർന്നു വരും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സുനാമിയുടെ ആക്രമണമുണ്ടായില്ലേ ഇന്ത്യയുടെ തീരദേശങ്ങളിലെല്ലാം? അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ഭാഗത്ത് ഈ സുനാമിയുടെ ആക്രമണം ഉണ്ടായപ്പോൾ പല അത്ഭുതങ്ങളും നടന്നു. അതിലൊരു അത്ഭുതത്തെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷകനായ സഹോദരൻ സാം ചെബുതുരയോട് നടന്നൊരു സംഭവത്തെ ഒരു സ്ത്രീ നേരിട്ട് പറയുകയുണ്ടായി. അദ്ദേഹം അത് എന്നോട് പറയുകയുണ്ടായി. അവർ കടൽക്കരയിൽ താമസിക്കുന്നവരാണ്. മത്സ്യബന്ധനം ചെയ്യുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവർ കടൽക്കരയിൽ മീൻ വെച്ച് അത് വിറ്റുകൊണ്ടിരുന്നു. അവർ അതിരാവിലെ കടൽക്കരയിൽ ഇരിക്കുന്ന സമയത്ത് അവർ പരിപൂർണ ഗർഭിണിയായിരുന്നു. അവർ 9 മാസം തികഞ്ഞ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സുനാമി തിരമാലകൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. കടലിലെ വെള്ളം മുകളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. എല്ലാവരും ഓടിക്കൊണ്ടിരുന്നു. ഓട് ഓട് എന്ന് പറഞ്ഞ് കടൽക്കരയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ സഹോദരി പരിപൂർണ ഗർഭിണിയായിരുന്നത് കൊണ്ട് അവർക്ക് വേഗത്തിൽ ഓടാൻ സാധിച്ചില്ല. അവർ പുറകെ ഓടിക്കൊണ്ടിരുന്നു, എല്ലാവരും മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തിരമാലകൾ മുകളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവർ കാണുന്നുണ്ട്. ഇനി എനിക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. ഉടനെ ദൈവത്തോട്, ദൈവമേ എന്നെ സഹായിക്കണമേ, എനിക്ക് ഓടാൻ വയ്യ, എനിക്ക് രക്ഷപ്പെടാനാവുന്നില്ല, എന്നെ അങ്ങ് സഹായിക്കണമേ എന്ന് യേശുവേ എന്നവർ വിളിച്ച ഉടനെ എന്താണുണ്ടായത്? പ്രകൃതിക്കപ്പുറമുള്ള ഒരു സംഭവം. കടലിലെ തിരമാലകൾ ഉയർന്നു വന്ന് 2 ഭാഗമായി വേർതിരിഞ്ഞ് ഈ ഭാഗത്തേക്കും ആ ഭാഗത്തേക്കും പോയി. ആ സഹോദരി ഓടി രക്ഷപ്പെടുന്നതുവരെ തിരമാലകൾ അവരുടെ അടുത്തേക്ക് വന്നില്ല. തിരമാലകൾ ദിശ മാറി പോയി എന്ന്, ദൈവം എന്നെ രക്ഷിച്ചു എന്ന് അവർ അതിശയത്തോടെ പറഞ്ഞു. എത്ര വലിയ പ്രളയം ഉയർന്നു വന്നാലും, സുനാമി തന്നെ വന്നാലും, സുനാമിയെപ്പോലെ സാത്താൻ വന്ന് നിങ്ങളെ നശിപ്പിക്കാൻ വന്നാലും നിങ്ങളെ രക്ഷിക്കുന്ന ദൈവം നമുക്കുണ്ട്. മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും അസൂയയുടെ ആത്മാവിനും ഒന്നിനും ഭയപ്പെടരുത്. നിങ്ങൾ ദൈവത്തെ സമീപിക്കൂ. ദൈവമേ കൂടെയിരിക്കണമേ എന്ന് പറഞ്ഞാൽ മതി. അവൻ കൂടെയുള്ളപ്പോൾ ശത്രുവിന്റെ എല്ലാ ശക്തിയും അകലമാറി പോകുന്നതാണ്. നിങ്ങളെ തൊടാൻ ദൈവം സമ്മതിക്കില്ല. വിശ്വാസത്തോടെ പറയൂ, യേശുവേ, ഞാൻ നിന്റെ പൈതലാണ്, നീ എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഒരു ശത്രുവിനും സാത്താന്റെ സൈന്യത്തിനും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ പ്രളയം പോലെ വന്നാലും അങ്ങ് പതാക ഉയർത്തും. വിശ്വാസത്തോടെ പറയൂ, ദൈവം സുരക്ഷിതമായി നിങ്ങളെ കാത്തുകൊള്ളും. അങ്ങനെ പറയാമോ? യേശുവേ, അങ്ങെന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു പിതാവേ. സാത്താൻ എനിക്കെതിരായി ജലപ്രളയം പോലെ വന്നാലും എന്നെ നശിപ്പിക്കാതെ അങ്ങ് കാത്തു സൂക്ഷിക്കുന്നതിനും എന്റെ കൂടെയിരിക്കുന്നതിനും സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിജയമേറ്റെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.